നടൻ ഉണ്ണിമുകുന്ദനുമായുള്ള സൗഹൃദം പങ്കുവെച്ച് നടി പ്രാച്ചി തെഹ്ലാൻ മാമാങ്കം സിനിമയുടെ സെറ്റിൽ വെച്ച് തങ്ങളുടെ സൗഹൃദം ആരംഭിക്കുന്നതെന്നും പ്രാച്ചി പറയുന്നു. കുട്ടിത്തം നിറഞ്ഞ നിഷ്കളങ്കത കണ്ണിൽ സൂക്ഷിക്കുന്ന സുഹൃത്താണ് ഉണ്ണിയെന്ന് പ്രാച്ചി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. 2018 മാമാങ്കത്തിനായി തയ്യാറെടുക്കുന്ന സമയത്താണ് ഉണ്ണിമുകുന്ദനെ ആദ്യമായി കാണുന്നത്. സ്ത്രീവേഷത്തിലുള്ള ചാണക്യതന്ത്രം സിനിമയുടെ പോസ്റ്ററിൽ വളരെ പുതുമയുള്ളതായി തോന്നിയ ആ പോസ്റ്റർ എൻ്റെ മനസ്സിൽ പതിഞ്ഞുകയായിരുന്നു. ഇത്രയും മനോഹരമായി അത് ചെയ്തത് ആരാണെന്ന് അന്ന് ഞാൻ ചിന്തിച്ചു. തൊട്ടടുത്ത വർഷം 2019 ഞങ്ങൾ മാമാങ്കത്തിൽ ഒന്നിച്ച് അഭിനയിക്കുമെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് ഷൂട്ടിംഗ് സെറ്റിൽ എന്നോട് വളരെ ഒഴുക്കോടെ ഹിന്ദി സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ കിട്ടിയപ്പോൾ അന്ന് മുതൽ ഞാൻ കണ്ടിട്ടുള്ള ഉണ്ണിയാണ് ഇപ്പോഴും, നടി കുറിച്ചു. ഉണ്ണിയുടെ യഥാർത്ഥ വശത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ സ്ക്രീനിൽ നിന്ന് പുറത്ത് കുട്ടിത്തം നിറഞ്ഞ നിഷ്കളങ്കത എപ്പോഴും കണ്ണുകളിൽ സൂക്ഷിക്കുന്ന സുഹൃത്തിനെയാണ് ഞാൻ കാണുന്നത്. ചിലർക്ക് അദ്ദേഹം ഷാഠ്യക്കാരനായിരിക്കാം, എന്നാൽ അതൊക്കെ തന്നെയാണ് അവനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഒരു നടൻ എന്നതിലുപരി മികച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാത്ത സ്വപ്രയത്നത്താൽ സ്വന്തം പേര് കെട്ടിപ്പടുത്ത ഒന്നാം തലമുറ നടനാണ് ഉണ്ണിമുകുന്ദൻ. അത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഏറ്റവും ചെറിയ കാര്യങ്ങൾക്കും തമാശകൾക്കും പൊട്ടിച്ചിരിക്കാനും പരസ്പരം കളിയാക്കാനും ഒട്ടും വിരസതയില്ലാതെ മണിക്കൂറുകളോളം സംസാരിക്കാനും തങ്ങൾക്ക് സാധിക്കാറുണ്ടെന്ന്. ഇതാണ് തങ്ങളുടെ ലളിതമായ സൗഹൃദമെന്നും പ്രാച്ചി കുറിച്ചു. തനിക്ക് ഏറെ ഇഷ്ടമുള്ള ടീ ഡേറ്റുകൾക്ക് കൊണ്ടുപോകുന്ന ഏക സുഹൃത്ത് ഉണ്ണിയാണെന്നും പ്രാച്ചി കുറിച്ചു. പരസ്പരം കളിയാക്കലുകളും തമാശകളും പിണക്കങ്ങളും 7 വർഷത്തെ സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ പങ്കുവച്ച് പ്രാച്ചി. ഉണ്ണിമുകുന്ദൻ ഫിലിംസിൻ്റെ പുതിയ ചുവടുവയ്പ്പുകൾക്ക് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഈ വഴി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് അറിയാമെന്നും എന്നാൽ താൻ എപ്പോഴും കൂടെയുണ്ടാകുമെന്നും പറഞ്ഞാണ് പ്രാച്ചി. പുഞ്ചിരിയോടെ ജനങ്ങളെ എന്നും വിനോദിപ്പിക്കാൻ സൂപ്പർമാന് കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത്. മാമാങ്കം സിനിമയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ അഭിനേത്രിയും മുൻ ദേശീയ കായിക താരവുമായ പ്രാച്ചി 2010-11 ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ച നെറ്റ് ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു.